ഹലോ, എല്ലാവർക്കും നമസ്കാരം. കേരളീയരുടെ ഇഷ്ട വിഭവമാണല്ലോ പുട്ട്. പുട്ടിനെ അറിയാത്ത കേരളീയർ ഉണ്ടാവില്ല കേട്ടോ. ഉണ്ടാവുമെന്നറിയില്ല. ഇനി മിക്കവാറും എല്ലാ വീട്ടിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിലെങ്കിലും രാവിലെ പുട്ട് ആയിരിക്കും. പിന്നെ കടലക്കറിയോ ബീഫ് കറിയോ ചിക്കൻ അല്ലെങ്കിൽ പഴം പപ്പടം ഇവയിലേതെങ്കിലും ഒന്നായിരിക്കും. അല്ലെങ്കിൽ വേറെന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും കേട്ടോ. പുട്ടിന് കോമ്പിനേഷനാണ്. ഇന്ന് എനിക്ക് പുട്ടും കടലക്കറിയുമാണ്. പുട്ട് നമുക്ക് പല ഓർമ്മകളും തരാൻ സാധ്യതയുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ? ക്രിസ്മസ് ഈസ്റ്ററൊക്കെ ആകുമ്പോഴൊക്കെ ഇല്ലേ, എൻ്റെ അമ്മ ഇന്നിപ്പോൾ ജീവനോടെ ഇല്ല കേട്ടോ. അമ്മ ഒരു മുറത്തിൽ ഇങ്ങനെ പേപ്പറോ അല്ലെങ്കിൽ വാഴയിലോ ഒക്കെ ഇട്ടിട്ട് അതിലേക്ക് പുട്ടുകുറ്റിയിലില്ലേ ചൂടുള്ള പുട്ട് ഇങ്ങനെ കുത്തിയിടും, അടുക്കളയിൽ വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പം ഞാനും എൻ്റെ നേരെ മൂത്ത സഹോദരൻ, ഞങ്ങൾ 5 പേരാണ്. അതിൽ എൻ്റെ നേരെ മൂത്ത സഹോദരൻ തോമസ് എന്നാണ് പേര് കേട്ടോ. ആങ്ങളെയും കൂടി ഓരോ വീട്ടിലും ഇങ്ങനെ ബീഫ് കറിയും പുട്ടും അപ്പമൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കും. അത് കൊണ്ടു കൊടുക്കും. അതൊരു സന്തോഷമാണ് കേട്ടോ. അതിരാവിലെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ആലോചിക്കുന്നു, ഇപ്പോൾ അമ്മ അപ്പം എത്ര നേരത്തെ ഉണർന്നിട്ടുണ്ടാവണം. അന്ന് ഗ്യാസൊന്നും ഇല്ലല്ലോ, വിറകടുപ്പല്ലേ. അതുപോലെ അവരും അതെ, വീട്ടിലേക്ക് ഓണത്തിന് വിഷുവിനൊക്കെ പായസം അല്ലെങ്കിൽ വിഷുവിന് അവരുണ്ടാക്കുന്ന വിഷുക്കട്ട ഒക്കെ കൊണ്ടുവരുമായിരുന്നു. അന്നൊക്കെ എല്ലാ വീട്ടിലേക്കും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓടിപ്പോകാം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പം നമ്മളെല്ലാവരും ഓരോരുത്തരും ഓരോ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ്, വേലിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും. പിന്നെ ആർക്കും സമയവും ഇല്ല. എല്ലാവരും ഇപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ആഘോഷങ്ങളും പിന്നെ ജോലി സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവർക്കും സമയം തീരില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് സമയമുള്ള പോലെ തോന്നിയിരുന്നു, എപ്പോഴും എവിടെ പോകാനും. ആഘോഷങ്ങളൊക്കെ വളരെ കുറവായിരുന്നല്ലോ അന്ന്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ. അതുപോലെ ബർത്ത്ഡേ ഒക്കെ അങ്ങനെ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് വലുതായി പിന്നെയാണ് എൻ്റെ ബർത്ത്ഡേ. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ എൻ്റെ രണ്ടാമത്തെ ആങ്ങളുടെയും അപ്പച്ചൻ്റെയും ബർത്ത്ഡേ ആണ് മിക്കവാറും ആഘോഷിക്കാറ്. അവർ ആഗസ്റ്റ് 15 എൻ്റെ പേരിൽ അതൊരു പ്രത്യേക ആഘോഷമായിരുന്നു. ചെറിയ കുട്ടികളടുത്തുള്ള കുട്ടികളെയൊക്കെ വിളിച്ചാൽ നമ്മൾ ആഘോഷിക്കുമായിരുന്നു. പിന്നെ അപ്പോൾ എല്ലാവർക്കും ഞാനിന്ന് പുട്ടും കടലക്കറി ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് സമർപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിരിക്കുക.